വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ 6th മന്ത് പ്രഗ്നൻസി ടൈമിൽ ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത്, അതായത് എൻ്റെ ഒരു ഫുഡ് റുട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇതിൽ കാണിക്കുന്ന ഫുഡ് തന്നെ ആയിരിക്കില്ല എന്നും കഴിക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് മാറിയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് നിങ്ങളിലേക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് നമ്മൾ മോർണിംഗ് റുട്ടീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ നോർമലി പണ്ട് ഞാൻ ചായയാണ് കുടിക്കാറുള്ളത് കേട്ടോ. പക്ഷെ ഇപ്പോൾ അതിന് പകരം ഉണക്കമുന്തിരി തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളവും മുന്തിരിയും കൂടിയിട്ട് കഴിക്കും. അതിൻ്റെ കൂടെ തന്നെ ബദാമും കുതിർക്കാൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതും കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാറുള്ളത് ഇതാണ്. അതിനുശേഷം ഒരു 10 മണി അല്ലെങ്കിൽ 9:30 ഒക്കെ ആകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എന്നും ഡിഫറെൻ്റ് ആയിരിക്കും. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഉപ്പുമാവായിരുന്നു. അതുകൊണ്ട് ഉപ്പുമാവിൻ്റെ കൂടെ വേറൊന്നും ഇട്ട് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല, അത് പ്ലെയിനായി കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പം അമ്മ നെയ്യൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതും പിന്നെ കട്ടൻ ചായ എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ അതും കുടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 11 മണിക്ക് ആവുന്ന ടൈമിൽ എനിക്ക് ചെറിയൊരു വിശപ്പ് വരും. അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഫ്രൂട്ട്സ് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണുള്ളതെന്നുണ്ടെങ്കിൽ അതാണ് കഴിക്കാറുള്ളത്. പിന്നെ ആപ്പിളായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിയുമ്പോൾ ഒരു 12-1 മണിയാകുമ്പോൾ ഞാൻ ലഞ്ച് കഴിക്കും. അപ്പോൾ അതിൽ ബീട്രൂട്ടും ചെറുപയറും എല്ലാ ദിവസവും മിക്ക ദിവസവും ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ കൊഴുവ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞുമീൻ ഉണ്ടാവും. അപ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മെഡിസിൻ ഉണ്ട്. അപ്പോൾ എനിക്ക് രാവിലെയും ഫുഡ് കഴിഞ്ഞിട്ട് മെഡിസിൻ ഉണ്ട്, ഉച്ചയ്ക്കും ഫുഡ് കഴിഞ്ഞിട്ട് മെഡിസിൻ ഉണ്ട്, നൈറ്റും ഫുഡ് കഴിഞ്ഞിട്ട് മെഡിസിൻ ഉണ്ട് കേട്ടോ. അപ്പം ഉച്ചക്കലത്തെ ഫുഡ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻ കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. പിന്നെ ഡിപ്പെൻസാണ്, ഒരു 3 മണിക്ക് കിടന്ന ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും എണീറ്റ് കഴിഞ്ഞാൽ ചായക്ക് പകരം പാലായിരിക്കും കുടിക്കുന്നുണ്ടാവുക. പിന്നെ പുഴുങ്ങിയ പഴം, അതുപോലെ മുട്ട. അത് ബേബി വെയിറ്റ് കുറവാന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ കഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് വരുന്നതാണ്. അതിപ്പം ഡെയിലി കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞപ്പോൾ ചായ കുടി കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കുഞ്ഞ് വിശപ്പ് വരുമ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ കഴിക്കും. അപ്പോൾ മാതള നാരങ്ങ ഞാനൊരു മിക്ക ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാറുണ്ട്. കാരണം എനിക്ക് ബ്ലഡ് ഭയങ്കര കുറവാണ്. അപ്പോൾ ബ്ലഡ് വയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പിന്നെ സാലഡ് ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ നെല്ലിക്ക അമ്മ ജ്യൂസ് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കണം നല്ലതല്ല. അപ്പോൾ ഇന്ന് കുടിച്ചു എന്ന് വെച്ചാൽ നാളെ കുടിക്കലുണ്ടാവില്ല. അങ്ങനെ ഒന്നരാടാണ് കഴിക്കാറുള്ളത്. രാത്രിയിൽ പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലുമാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അമ്മ ചില ദിവസം ചോറായിരിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പം ഇന്ന് ചപ്പാത്തിയും അതുപോലെ അപ്പവും പിന്നെ ചിക്കൻ കുറുമയൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് അവിടെ നിന്ന് കഴിയുമ്പോൾ കിടക്കണതിന് ഒരു 1/2-3 മണിക്കൂർ മുന്നേ ഞാനൊരു ഗ്ലാസ് പാലും കൂടി കുടിക്കും. അപ്പോൾ 2 ഗ്ലാസ് പാലൊരു ദിവസം കുടിക്കും. അതോടുകൂടി ഫുഡ് റുട്ടീൻ കഴിഞ്ഞു കേട്ടോ. അപ്പം ഡെയിലി ഞാൻ കൺസ്യൂം ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. വാട്ടർ നന്നായി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസ് കുടിക്കണം. അപ്പം നല്ല രീതിയിൽ വെള്ളം നമ്മൾ എല്ലാ ദിവസവും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഡെയിലി കഴിക്കുന്ന ഐറ്റമാണ്, അതായത് ഈ ഉണക്കമുന്തിരി കുതിർത്തിട്ടുള്ള വെള്ളം, അതുപോലെ ആ മുന്തിരി കഴിക്കുന്നത് നല്ലതാണ്. ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും അതുപോലെ സ്കിന്നിനും ബേബിയുടെ ഹെൽത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാറുണ്ട്. അതുപോലെ പിന്നെ കഴിക്കാറുള്ള ഐറ്റമാണ് ഈ ആൽമണ്ട്. അപ്പം അതിങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ആ തൊലി കളഞ്ഞിട്ടാണ് അത് കഴിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഞാൻ ഡെയിലി കഴിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ ആൽമണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത് മിൽക്കാണ്. ഒരു ദിവസം 2 നേരം പാല് കുടിക്കാറുണ്ട്. അപ്പോൾ അത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ് പ്രഗ്നൻസി ടൈമിൽ. ഡോക്ടേഴ്സൊക്കെ പറയും ബേബിക്ക് കാൽസ്യം ഒക്കെ കിട്ടാനായിട്ട് പാല് അതുപോലെ മുട്ടയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പാല് ഡെയിലി 2 ടൈംസ് കുടിക്കാറുണ്ട്. അതുപോലെ പിന്നെ എനിക്ക് ബ്ലഡിൻ്റെ ലെവൽ കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഈ പൊമഗ്രനേറ്റ്. മിക്ക ദിവസവും ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ഒരെണ്ണമെങ്കിലും കഴിക്കാറുണ്ട്. അപ്പോൾ അത് ബ്ലഡ് വയ്ക്കാനൊക്കെ ആയിട്ട്, ബ്ലഡ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് വയ്ക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ അതുപോലെ മുട്ട പുഴുങ്ങിയത് കഴിക്കാറുണ്ട്. അപ്പോൾ മുട്ട പുഴുങ്ങിയത് ഒരെണ്ണം എല്ലാ ദിവസവും കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം ഓവർ വെയിറ്റൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് നിർത്താം. എനിക്കിപ്പോൾ ബേബി വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്, ഡെയിലി കഴിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഡെയിലി കഴിക്കുന്നത്. അതുപോലെ ഈ ബനാന ഡെയിലി കഴിക്കുന്നത്, ബേബി ഓവർ വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് കൂടാന്നുണ്ടെങ്കിൽ നമുക്കത് നിർത്താം. അല്ല വെയിറ്റ് തീരെയില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് വെക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ബനാന എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പുഴുങ്ങിയിട്ടാണ് കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഈ ബ്ലഡിൻ്റെ ഈ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ബ്ലഡ് വെക്കാനുള്ള ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ ബീട്രൂട്ട് നല്ലൊരു എന്താ പറയുക, ബ്ലഡ് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ബീട്രൂട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഒരു മിക്ക ദിവസവും കഴിക്കാറുണ്ട് കേട്ടോ. കുറച്ചെങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കുക.
പിന്നെ അതുപോലെ ചെറുപയർ മുളപ്പിച്ചിട്ടും കറി വെച്ചിട്ടൊക്കെ കഴിക്കാറുണ്ട്. അതും നല്ലതാണ് പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ 6th മന്തിലെ ഫുഡ് റുട്ടീനും കാര്യങ്ങളൊക്കെ. ഒരുവിധം എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട് സർക്കിളിലൊക്കെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ അവരിലേക്കും കൂടി ഇത് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.